ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 15 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു തണ്ട് വേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളല്ലാത്തതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വിനീഗറും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാം. സീബാസ് ഫിഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഗ്രില്ലിങ്ങിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷാണിത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും മസാലകൾ എത്തുന്നത് വരെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഫിഷ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ഓവനിലാണ് നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ഫിഷ് അതിൻ്റെ മുകളിൽ വെച്ച് ഫിഷിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി ഈ ഗ്രില്ല് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 40 മിനിറ്റ് ഗ്രിൽ ചെയ്തെടുക്കണം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഫിഷ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് മറിച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 20 മിനിറ്റ് ഇതൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുക വേണ്ടത്. അങ്ങനെ നമ്മുടെ അടിപൊളി ഫിഷ് ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ താങ്ക്